കാര്യങ്ങൾ എന്തായി? എനിക്ക് വാക്ക് തന്നതുപോലെ എല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഡം ധൈര്യമായിട്ടിരിക്കൂ. ദേവിക ഇനി തിരിച്ചു വരില്ല. ഞാൻ ഏർപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോ കാര്യം നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ടാ മതി. മീരയും നന്ദനും തമ്മിലുള്ള വിവാഹത്തിലെ പ്രധാന തടസ്സം മാറിക്കഴിഞ്ഞു. അല്ല മാഡം. സ്വാമി, എന്നോട് കാണിക്കുന്ന ഈ കൂറ് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് മതി. അടുത്തിനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. സ്വാമി, വരണം. നന്ദേട്ടാ, ചായ. ഈ തണുപ്പത്ത് കിടന്ന് എങ്ങനെയാ ഉറങ്ങിയത് നന്ദേട്ടാ? രാത്രി നല്ല മഞ്ഞുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് മഴയും പെയ്തു. അതൊന്നും സാരമില്ല. കിട്ടുന്നില്ല നന്ദ. ഇപ്പോ ഔട്ട് ഓഫ് കവറേജ് എന്നാ പറയുന്നത്. ഞാൻ ഇത്രയും നേരം ഉറങ്ങാതിരിക്കുമായിരുന്നു. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. മുരളിയേട്ടൻ ഇത് എവിടെ പോയിരിക്കാ നന്ദേട്ടാ? ഇത്രയും നാളിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കുറച്ചൊന്ന് വൈകുമെങ്കിലും വിളിച്ചു പറഞ്ഞിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നും വരില്ല. സമാധാനായിട്ടിരിക്കെ. ദേവികയുടെ കാര്യത്തിൽ നന്ദൻ വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയാം. മുരളിയേട്ടൻ എവിടെയാണെന്ന് പോലും അറിയാതെ എങ്ങനെ സമാധാനിക്കാനാ? ഞാൻ വീട്ടിൽ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ഹരിയെങ്കിലിനോട് പറഞ്ഞ് ഫോൺ എവിടെയാന്ന് ട്രേസ് ചെയ്യാം. നിങ്ങൾ പേടിക്കണ്ട. നന്ദേട്ടാ, ഞങ്ങളോട് കാണിച്ച സ്നേഹം ഒരിക്കലും മറക്കില്ല. പ്രഭാന്റിയോട് പോലും പറയാതെ രാത്രി വീടിന് കാവലിരിക്കാൻ വന്നില്ലേ? ദേവികയോടൊപ്പം ഒരു കൊടുങ്കാട്ടില് കൂട്ടുപോയിരിക്കുന്ന ആരാ? നിന്റെ അമ്മയാ, ഭാർഗവി ആന്റി. എന്തായാലും അത്ര വലിയ കരുതലല്ല വീടിന്റെ വരാന്തയിൽ ഇരുന്ന് ഉറങ്ങുന്നത്. നന്ദേട്ട മനഃപൂർവ്വം ഇതിനെ ചെറുതായി കാണുന്നതാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ വലിയ കാര്യം. മുരളിയേട്ടൻ ഇല്ലാന്നുള്ള വിഷമത്തിലും നന്ദേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ ധൈര്യം. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. മുരളിയുടെ വീട്ടുകാര് എന്റെയും കൂടെ വീട്ടുകാരാ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി.